കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കാസർഗോഡ് സ്വദേശിയായ യുവാവ് ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് ഹക്കീം റൂബയെ ക്രൂരമായി മർദ്ദിച്ചത്. ഡിസംബർ 2-ാം തീയതി രാവിലെയാണ് കാസർഗോഡ് സ്വദേശിയായ ഹക്കീം റൂബ ദുബായിൽ നിന്ന് കരിപ്പൂർ വിമാനമിറങ്ങിയത്. എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് പുറത്തിറങ്ങാനിരുന്ന ഹക്കീമിനെ കസ്റ്റംസ് സൂപ്രണ്ടന്റ് തടഞ്ഞു. പാസ്പോർട്ട് പരിശോധിച്ച ഉദ്യോഗസ്ഥൻ കാസർഗോഡ് സ്വദേശിയായതിന്റെ പേരിൽ തന്നെ തടയുകയായിരുന്നുവെന്ന് ഹക്കീം പറഞ്ഞു. നീ കാസർഗോഡ് ആയത് കാരണം നിന്റെ കയ്യിൽ കള്ളക്കടത്ത് മുതലുണ്ടാവും. അതുകൊണ്ട് ബാഗ് തുറന്ന് മൊത്തം പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിന്നെ ഇവിടുന്ന് വിടാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും വിശദമായ പരിശോധനകൾക്ക് ശേഷമുള്ള ഉദ്യോഗസ്ഥന്റെ കൈക്കൂലി ആവശ്യം ഹക്കീം നിരാകരിച്ചു. തുടർന്ന് ഉദ്യോഗസ്ഥൻ ക്യാബിനിലേക്ക് കൊണ്ടുപോയി മോശമായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ഹക്കീമിന്റെ പരാതി. രാവിലെ 10:30 വന്നിറങ്ങിയ ഹക്കീമിനെ രാത്രി 8 മണിയോടെയാണ് പുറത്തുവിട്ടത്. കൂടാതെ മർദ്ദനമൊന്നും ഏറ്റിട്ടില്ലെന്ന് എഴുതി വാങ്ങിക്കുകയും ചെയ്തു. 10:30 മണിക്ക് ലാൻഡ് ചെയ്ത എന്നെ വൈകുന്നേരം 7 മണിക്ക് ശേഷമാണ് എന്നെ പുറത്ത് വിട്ടത്. എൻ്റെ പാസ്പോർട്ട് തടഞ്ഞു വെക്കുകയും മണിക്കൂറുകളോളം ഭക്ഷണവും വെള്ളവും തരാതെ അവർ ഒരു കാരണവും വ്യക്തമാക്കാതെ കൊണ്ട് എന്നെ എയർപോർട്ടിനകത്ത് നിർത്തുമായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് സംഗീത സംവിധായകൻ M. ജയചന്ദ്രന് സമാനമായ അനുഭവം നേരിട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതേ വിമാനത്താവളത്തിലാണ് മുൻപ് കസ്റ്റംസ് ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഏറ്റുമുട്ടിയ സംഭവത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടമായത്.